കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും കുഞ്ഞിനോട് പറയാനായിട്ട് നമ്മൾ മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ ഐ കോണ്ടാക്ട് ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയറമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ഇമാജിനേറ്റീവ് പ്ലേ ആവാം. അപ്പൊ എന്താണ് നമുക്ക് കളിക്കുമ്പം ഏതൊക്കെ സിറ്റുവേഷൻസ് നമ്മൾ ഡെയിലി റൂട്ടീനിൽ വരാം, ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇമാജിനേറ്റീവ് പ്ലേസ് ചെയ്യാം. അതിലൂടെ നമ്മൾ ഒരുപാട് വൊക്കാബുലറി കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. ആ കളിയിലൂടെ നമ്മൾ കൂടുതലായിട്ടും പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വായിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് സ്റ്റോറീസ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് മോറൽ സ്റ്റോറീസും അതുപോലെ എന്ത് സ്റ്റോറീസ് ആണെങ്കിലും നമുക്ക് ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് സ്റ്റോറീസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് സ്റ്റോറി ബുക്സ് ആവാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റോറീസ് ആവാം. ആ ഒരു സമയം നിങ്ങൾ നല്ല ഇഫക്റ്റീവായിട്ട് കുഞ്ഞുമായിട്ട് ഇടപഴകുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. allow ample time for the response. കാരണം കുട്ടികൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വേഗത്തിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സംസാരിക്കാനോ പെട്ടെന്ന് കഴിഞ്ഞോളന്നില്ല. അപ്പൊ അവർക്ക് അവരുടെ റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ അവരുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈവൻ ഒരു ചെറിയ റെസ്പോൺസ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇതൊക്കെ അവരുടെ സ്പീച്ച് ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് വളരെയധികം ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനറൽ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല, അല്ലെ? ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു പ്രൊഫഷണലുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തമാണ്. അവർക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെന്റും അതുപോലെ തന്നെ അവർക്കൊരു ട്രെയിനിങ് പ്ലാനും പറഞ്ഞു തരാനായിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന് കഴിയും. അപ്പം ഇത്ര നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഒരു പ്രൊഫഷണലുമായിട്ട് മീറ്റ് ചെയ്യുക.